നമസ്കാരം. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഓർത്തൂസ് മലബാറി കേസെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അത് ചില നിമിത്തങ്ങളാണ്. ഞാൻ ശനിയാഴ്ചയാണ് ആ വീഡിയോ ചെയ്തത്. ഞായറാഴ്ച സൺഡേ സപ്ലിമെന്റ്, മലയാള മനോരമ സൺഡേ സപ്ലിമെന്റിൽ ഒരു പേജ് മുഴുവൻ ഓർത്തൂസ് മലബാറി കേസെക്കുറിച്ച് മനോരമയിൽ വന്നിരിക്കുന്നു. ചില നിമിത്തങ്ങൾ അങ്ങനെയാണ്. അതേപോലെ തന്നെ കാലം കാത്തു സൂക്ഷിക്കുന്ന കുറെ നിധികളുണ്ട്. അതാണ് ഓർത്തൂസ് മലബാറിക്കസിന്റെ മുഖചിത്രത്തിൽ തന്നെ. ആ മുഖചിത്രത്തിൽ ചിത്രകാരൻ വരച്ചത് മുഴുവൻ പ്രിന്റ് ചെയ്യാൻ പറ്റാതെ വന്നിരുന്നു. 2 തൂണുകളുണ്ട് അവിടെ. അതിന് 2 സൈഡിലും ആ ചിത്രകാരൻ കൊടുത്തിരിക്കുന്നു. പക്ഷെ മുഴുവനായിട്ട് അന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, അന്നൊന്നും പ്രിന്റിങ്, പിക്ചർ പ്രിന്റ് ചെയ്യാൻ ചെമ്പ് തകിടിൽ കോറി എടുത്തിട്ട് വേണം ചിത്രം പ്രിന്റ് ചെയ്യാൻ. ഇവിടെ അത് പ്രിന്റ് ചെയ്യുമ്പോൾ ആ കൽത്തൂണുകൾ, വെട്ടുകൽ തൂണുകൾ വന്നിട്ടില്ല. അതുണ്ട് സത്യത്തിൽ. 364 വർഷങ്ങൾക്ക് ശേഷവും കൊച്ചിയിൽ ആ തൂണുകൾ ഇന്നും, അതിൽ ഒരു തൂണ് സ്മാരകമായിട്ട് അവിടെയുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ ആ തൂണ്, ഒരു തൂണ് അവിടെ ഉണ്ട്. ആ മൈതാനത്തിന് മുന്നിൽ ആ തൂണ് ഇതുവരെ കാലപ്പഴക്കം കൊണ്ട് വീണു പോയിട്ടില്ല എന്നുള്ളത് ആശ്ചര്യം തന്നെയാണ്. 364 വർഷമായിട്ടും ആ വെട്ടുകൽ തൂണ്, ഓർത്തൂസ് മലബാറിക്കസിന്റെ മുഖചിത്രത്തിലെ ആ വള്ളിപ്പടർപ്പുകൾ ഇങ്ങനെ പടർന്ന് കയറിയിട്ടുള്ള ആർച്ച് ഷേപ്പിലുള്ള ആ തൂണിലെ ഒരു തൂണ് ഇപ്പോഴും ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ. ഓർത്തൂസിനെ മലയാളത്തിൽ ഓടത്ത എന്നാണ് പറയുക. അത് പോർച്ചുഗൽ വഴി പോയി തിരിച്ചു വന്നപ്പോൾ ഓടത്തപ്പടിയായി. ഓടത്തപ്പടി ഇന്ന് എവിടെയാണ് നിലനിൽക്കുന്നത്? കൊച്ചിയിലാണ് ഓടത്തപ്പടി ഉള്ളത്, ഫോർട്ട് കൊച്ചിയിൽ. ഫോർട്ട് കൊച്ചിയിൽ ഓടത്തപ്പടിയിൽ ഇന്നും ആ ഓടത്തപ്പടിയിൽ ഇതിന്റെ രചയിതാവ് താമസിച്ചിരുന്ന ഓടത്തപ്പടി തോട്ടത്തിലെ ആ ബംഗ്ലാവ് ഇന്ന് ഇല്ല. ആ ബംഗ്ലാവിന് മുന്നിലുള്ള മൈതാനമുണ്ട്. ആ മൈതാനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയതും, അതുപോലെ തന്നെ ക്രിസ്മസ് പാപ്പയെ വരവേൽക്കാൻ വേണ്ടി ഏറ്റവും വലിയ ആഘോഷം നടക്കുന്ന സ്ഥലം അതിൻ്റെ തൊട്ടടുത്തുള്ള മൈതാനമാണ്. മലയാള ഭാഷയുടെ ചരിത്രത്തിൽ ഓടത്തപ്പടിക്കുള്ള ബന്ധം മലയാള ഭാഷ ആദ്യമായി അച്ചടിച്ചു വന്നത് എന്ന് മാത്രമല്ല, ഓടത്തപ്പടിയിലെ ആ പടിക്കെട്ടുകളിൽ ഒരു കടമ്പയുണ്ടായിരുന്നു. കന്നുകാലികൾ കയറി വരാതിരിക്കാൻ വേണ്ടി ഈ ഓടത്തുപടിയിൽ ഔഷധ സസ്യങ്ങളായിരുന്നു വെച്ചു പിടിപ്പിച്ചിരുന്നത്. ഇതുപോലത്തെ അനേകം തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഓടത്തുപടിയുടെ വിശേഷങ്ങൾ പറയുമ്പോൾ തന്നെ ഓടത്തുപടിയിൽ ഓർത്തൂസ് മലബാറിക്കസിന്റെ മുഖചിത്രത്തിൽ സ്ത്രീകളിരിക്കുന്ന പടി, ആ കടക്കുന്ന കടമ്പപ്പടി എന്നാ പറയാ. അത് കന്നുകാലികൾ തോട്ടത്തിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി, കന്നുകാലികളൊക്കെ അയച്ചുവിടുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പൊ കന്നുകാലികൾ കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് ആ കടമ്പപ്പടി ഉണ്ടായിരുന്നത്. ഔഷധ സസ്യങ്ങളെ കുറിച്ച് പഠിക്കാൻ പിന്നെ ഫോർട്ട് കൊച്ചിയിൽ തന്നെ ഇതുപോലത്തെ 4 വലിയ തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഈ 4 വലിയ തോട്ടങ്ങൾ ഓടത്തപ്പടി പിന്നെ ഓർത്തൂസായി മാറിയതാണ്. അതിൽ ധാരാളം ഔഷധ സസ്യങ്ങൾ വെച്ചു പിടിപ്പിച്ചിരുന്നു. എത്ര എണ്ണം എന്ന് പറയാൻ പറ്റില്ല, അത്രമാത്രം വലിയ 4 തോട്ടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഓർത്തൂസ് മലബാറിക്കസ് ഒരു പുസ്തകം മാത്രമായിരുന്നില്ല, ഇതൊരു ആഗോള വ്യവസായ തന്ത്രത്തിന്റെ മുഖമുദ്ര തന്നെയായിരുന്നു. ഇതുപോലുള്ള 4 തോട്ടങ്ങൾ വെച്ചു പിടിപ്പിക്കാനുണ്ടായത് ഈ ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച്, ഇതിന്റെ വിപണന സാധ്യതയെക്കുറിച്ചും ഇതിന്റെ കയറ്റുമതി മൂല്യത്തെക്കുറിച്ചും അറിഞ്ഞതുകൊണ്ടാണ് ഇത്രയും തോട്ടങ്ങൾ വെച്ചു പിടിപ്പിക്കാനുണ്ടായ ഒരു അവസരം ഉണ്ടാക്കിയത്. അതും ഏത് കാലത്താണെന്ന് നോക്കണം. ആ കാലഘട്ടത്തിൽ നമ്മുടെ കുരുമുളകും നമ്മുടെ ഔഷധ സസ്യങ്ങളും നമ്മുടെ മറ്റ് വിഭവങ്ങളും വനവിഭവങ്ങളും ഇതെല്ലാം കണ്ടിട്ടാണ് ഇത്തരം ഒരു പാശ്ചാത്യര് ഇവിടെ വന്ന് തമ്പടിക്കാനും ഇവിടെ അവരുടെ വാണിജ്യ കേന്ദ്രമാക്കാനും കൊച്ചിയെ വാണിജ്യ തുറമുഖമാക്കാനുമെല്ലാം അവർ ശ്രമിച്ചത്. പോർച്ചുഗീസുകാർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ ഓർത്തകൾ വെച്ചുപിടിപ്പിച്ചു, ഔഷധത്തോട്ടങ്ങൾ വെച്ചുപിടിപ്പിച്ചു. അത് പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു ദീർഘവീക്ഷണം,
1563 ലോകത്തെ തന്നെ ആദ്യത്തെ സസ്യശാസ്ത്ര ഗ്രന്ഥം ഓർക്കിയ ഡി എന്ന ഗ്രന്ഥം ഇറക്കിയിരുന്നു. പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലെ സസ്യജാലങ്ങളെക്കുറിച്ച് പഠിച്ചു വരുന്ന 1568 തന്നെ ഇതിന്റെ തുടർപഠനം നടക്കുകയും അതിനെ പറ്റി ഗ്രന്ഥങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്ത ഗാർസെ ഗോവയിൽ വെച്ച് അന്തരിക്കുകയാണ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തോടെ അവഗണിക്കപ്പെട്ടു പോയ ഓർത്തകള് ഡച്ച് ഗവർണറായിട്ടുള്ള ഡീൻ പിന്നീട് പച്ചപിടിപ്പിക്കുകയാണ് ചെയ്തത്. അതോടുകൂടിയാണ് മലബാർ ഹോർത്തൂസ് ഇന്നത്തെ രൂപത്തിൽ എത്തിച്ചേർന്നത്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ സ്മരണയ്ക്കായി നവംബർ 1 കോഴിക്കോട് സാഹിത്യോത്സവം നടത്തുകയാണ്. മലയാള മനോരമയാണ് ആ സാഹിത്യോത്സവം നടത്തുന്നത്. ഹോർത്തൂസിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു സാഹിത്യോത്സവം കോഴിക്കോട് നഗരിയിൽ, സാഹിത്യ നഗരി എന്ന പേരുകെട്ട കോഴിക്കോട് വെച്ച് നടത്തുന്നതിൽ സന്തോഷമുണ്ട്. അതിനൊരു ഭാഗവാക്കാകാൻ മുൻകൂട്ടി ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് ഒരു വീഡിയോ ഇറക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് മലയാള മനോരമ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് ഒരു വീഡിയോ ഇറക്കാൻ എനിക്ക് കഴിഞ്ഞു. വെള്ളിയാഴ്ച ഞാൻ ആ വീഡിയോ ഇറക്കി. അതിനുശേഷം ശനിയാഴ്ച വീഡിയോ ഇറക്കി. ഞായറാഴ്ച സൺഡേ സപ്ലിമെന്റിൽ മനോരമ ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് ഒരു പേജ് മുഴുവൻ കൊടുക്കുകയാണ് ചെയ്തത്. എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് പഠന സമയത്ത് പഠിക്കുന്ന കാലങ്ങളിലൊന്നും ഇതിനെക്കുറിച്ച് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ വീഡിയോ എങ്കിലും കുട്ടികൾക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.